വെൽക്കം ടു സ്പാർക്ക് ടു ഫ്ലെയിം യൂട്യൂബ് ചാനൽ. ക്ലാസ് 7മായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യനുകൾ നമ്മളിവിടെ തരാൻ പോവുകയാണ്. കറക്റ്റായിട്ട് നിങ്ങളൊരു പേപ്പർ എടുക്കുക. 5 സെക്കൻഡ് സമയം നിങ്ങൾക്കുണ്ടായിരിക്കും. ആ സമയത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഉത്തരം നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ വന നിയമം 1927 അനുസരിച്ച് ഇന്ത്യയിലെ വനങ്ങളെ തരംതിരിക്കുന്നതിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടാത്തത്? ദേശീയോദ്യാന വനം, ഗ്രാമീണ വനം, റിസർവ് വനം, സംരക്ഷിത വനം. 5 സെക്കൻഡ്. ഓക്കെ, ഉത്തരം ദേശീയോദ്യാന വനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള വന നിയമം 1961 എത്ര അധ്യായങ്ങളും വകുപ്പുകളുമാണ് ഉള്ളത്? ഓക്കെ, ഉത്തരം 11 അധ്യായങ്ങളും 86 വകുപ്പുകളും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വനം, വന്യജീവി സംരക്ഷണം എന്നിവ സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓക്കെ, ഉത്തരം 1976 42-ാം ഭേദഗതി. ദേശീയ വന്യജീവി ബോർഡിൻ്റെ ചെയർമാൻ ആരാണ്? ഉത്തരം ബി ആണ്, പ്രധാനമന്ത്രി. വന്യജീവി സംരക്ഷണ നിയമം 1972 ഏത് അധ്യായത്തിലാണ് വന്യജീവികളെ വേട്ടയാടുന്നത് സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻസ് എല്ലാം നോക്കുക, കറക്റ്റായിട്ടുള്ളത് മാർക്ക് ചെയ്ത് പോവുക. ഉത്തരം ഓപ്ഷൻ സി, അധ്യായം 3-ലാണ്. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി രൂപീകൃതമായ വർഷം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 2005. വന്യജീവികളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി രൂപീകരിക്കപ്പെട്ടതും ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്നതുമായ സ്ഥാപനം ഏതാണ്? ഉത്തരം ഡി ആണ്. വന്യജീവി സംരക്ഷണം ഒരു പൗരൻ്റെ മൗലിക കടമയാണെന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ എ ആണ്. കേരള വന നിയമം 1964 സെക്ഷൻ 32 എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ സി ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ വന നിയമത്തിലെ ഏത് സെക്ഷൻ പ്രകാരമാണ് ഒരു പ്രദേശം ഗ്രാമീണ വനമായി രൂപീകരിക്കുന്നത്? സെക്ഷൻ 28 പ്രകാരം. ഓക്കെ, സെറ്റ്.